മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും. അതിന്റെ അർത്ഥം ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട അവസാനത്തെ സംഭവം ഓർക്കുമ്പോൾ, അവസാനത്തെ സംഭവം എന്നുള്ളത് അടിവരയിടണം. പല വിവാദങ്ങളും കുറച്ചു വർഷങ്ങളായി ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ പഴഞ്ചൊല്ല് ഈ സംഭവത്തിന് ശേഷം വളരെ കൃത്യമായി വരുന്നതായി എനിക്ക് തോന്നുന്നു. ഒരിക്കൽ കൂടി പഴഞ്ചൊല്ല് ആവർത്തിക്കുകയാണ്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും. അല്പന് അർത്ഥം കിട്ടിയാൽ, അർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എവർക്കും അറിയാം. ധനം, പണം, അധികാരം, സമ്പത്ത്, സമൃദ്ധി, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ അർത്ഥം എന്നുള്ള വാക്കിന്റെ അർത്ഥം ധനം എന്നുള്ളതാണ്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും. നമ്മൾ സാധാരണ പൊരിവെയിലത്താണ് കുടപിടിക്കുന്നത്. അർദ്ധരാത്രി നമുക്ക് കുടപിടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തണുപ്പിന്റെ അന്തരീക്ഷവുമായിരിക്കാം. എന്നാലും ചിലർ അപ്രകാരം ചെയ്യാറുണ്ട്. ഇതിനെയാണല്ലോ മറ്റൊരു വിധത്തിൽ പറയുന്നത്, കുളിച്ചില്ലെങ്കിലും കോണകം പുരപ്പുറത്ത് പ്രദർശിപ്പിച്ചിടും എന്നുള്ള ചൊല്ലും ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോ അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും ബോധ്യമായി കാണും. അപ്രതീക്ഷിതമായ സമയത്താണ് ആര്യ രാജേന്ദ്രന് മേയർ പദവി കിട്ടിയത്. യഥാർത്ഥത്തിൽ ഇടതു മുന്നണി തന്നെ മേയറാകാൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ നിശ്ചയിച്ചിരുന്ന രണ്ട് പ്രമുഖരായ വനിതകളുണ്ട്. വനിതകളെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം സംവരണമാണല്ലോ. പിടിച്ചുപറിയാണല്ലോ. അടുക്കളയിൽ നിന്ന് മോചനം കിട്ടണം, അടുക്കളയിലേക്ക് ഭർത്താവ് വരണം. മുറ്റമടിക്കുന്നതിൽ നിന്ന് മോചനം കിട്ടണം, സഹോദരൻ മുറ്റമടിക്കണം. പാത്രം കഴുകുന്നതിൽ നിന്ന് മോചനം കിട്ടണം, അപ്പൻ പാത്രം കഴുകണം. അലക്കുന്നതിൽ നിന്ന് മോചനം കിട്ടണം, ആൺമകൻ അലക്കണം. എനിക്ക് മേയറാവണം, എനിക്ക് മുനിസിപ്പാലിറ്റി ചെയർമാനാവണം, എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ ആവണം. അതിനും പറ്റിയില്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ ആകണം. ഏറ്റവും അവസാനം പഞ്ചായത്ത് മെമ്പറെങ്കിലും എനിക്ക് ആയേ പറ്റൂ. അധികാരം ലഹരി പിടിക്കുന്നത്, അതിനേക്ക് മുമ്പ് പറയും മുമ്പ് 3 തരത്തിൽ ഇവിടെ ലഹരി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ആര്യ രാജേന്ദ്രൻ നാവിലൂടെ പറഞ്ഞ ലഹരി എന്നുള്ള വാക്ക് സ്ത്രൈണതയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന ലഹരി എന്നുള്ള വാക്ക്, 3 മതവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ലഹരി എന്നുള്ള വാക്ക്. മതവുമായി ബന്ധപ്പെട്ട് ലഹരി എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ലോകത്തിൽ പലതരം ലഹരികൾ ഉണ്ടെന്നറിയാം.
കഞ്ചാവ് ഒരു ലഹരിയാണ്, ചരസ് ഒരു ലഹരിയാണ്, മദ്യം ഒരു ലഹരിയാണ്, വേണമെങ്കിൽ കട്ടൻ ചായ പോലും ഒരു ലഹരിയാണെന്ന് പറയാം. മയക്കുമരുന്ന് ഒരു ലഹരിയാണ്. വ്യത്യസ്തമായ ലഹരികൾ പറയാൻ ഒരു അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു. ഓരോരുത്തരും ഒരറ്റം മുതൽ പറഞ്ഞു തുടങ്ങി. കഞ്ചാവെന്നും ചരസെന്നും മദ്യമെന്നും കള്ളെന്നും ചാരായമെന്നും അങ്ങനെ പറഞ്ഞു അവസാനത്തെ കുട്ടിയുടെ അറ്റത്തെത്തിയപ്പോൾ ഒന്നും പറയാനില്ല. കാരണം ഒട്ടുമിക്ക പേരുകളും പറഞ്ഞു കഴിഞ്ഞു. മദ്യത്തിന്റെ തന്നെ പേര് പറയാൻ പറ്റാതെ ചിലവർ മദ്യക്കുപ്പികളുടെ പേരുകൾ പറയാൻ തുടങ്ങി. ബിയർ ഉണ്ടാക്കുന്നതും ബിസ്കി ഉണ്ടാക്കുന്നതുമായ വ്യത്യസ്ത കമ്പനികളുടെ പേര് പറയാൻ തുടങ്ങി. കാരണം വേറെ വാക്കുകളില്ല. അപ്പൊ അവസാനത്തെ കുട്ടിക്ക് ആ പേരും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ആ കുട്ടിയോടായ ചോദ്യം, ഏറ്റവും വലിയ ലഹരി എന്താണ്? കുട്ടി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കുട്ടി ഉത്തരം പറഞ്ഞു, ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് മതമാണ്. അധ്യാപകൻ പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞതാണ് കൃത്യമായ ഉത്തരം. ഏറ്റവും വലിയ ലഹരി മതമാണ്. ചിലർക്ക് ലഹരിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് കൊല്ലുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് ലഹരിയായി മാറിക്കഴിഞ്ഞാൽ മനുഷ്യബോംബായി പൊട്ടിത്തെറിക്കുന്നത് പറയാൻ പറ്റില്ല. ചിലർക്ക് ലഹരിയായി മാറിക്കഴിഞ്ഞാൽ ആകാശത്ത് വിമാനത്തിൽ പോലും വലിയ വലിയ മനുഷ്യനിർമ്മിതമായ ടവറുകളെ പോലും ഇടിച്ചു തകർത്ത് ഗ്രൗണ്ട് സീറോ ആക്കാൻ സാധിക്കുന്നതും ലഹരിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഏറ്റവും വലിയ ലഹരി കള്ളോ കഞ്ചാവോ ചരസോ ഒന്നുമല്ല. ഏറ്റവും വലിയ ലഹരി മതമാണ്. അത് ചില മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് വ്യാഖ്യാനിക്കുന്നതിന്റെ ഫലമാണ്. ചില മതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കരണത്തടിക്കുന്നവന്റെ മറുകരണം കൂടി കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഉടുപ്പ് പറിച്ചു പറിക്കുന്നവന് മേൽവസ്ത്രം മേലങ്കി പറിക്കുന്നവന് ഇനിയും കൊടുക്കാൻ എന്തെങ്കിലും സാധ്യമാകുന്നുവെങ്കിൽ അത് കൂടി കൊടുക്കുക. നിങ്ങളോട് 1 മൈൽ ദൂരം നടക്കാൻ പറയുന്നവനോട് 2 മൈൽ ദൂരം നടക്കുക. പ്രതികാരങ്ങളില്ലാത്ത മതങ്ങളുമുണ്ട്. സ്വർഗത്തിൽ പോകണമെങ്കിൽ മറ്റുള്ളവരെ കൂടി ഈ മതത്തിൽ ചേർക്കണം എന്ന് പറയുന്ന മതമല്ല. ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തു ഈ മതത്തിൽ വന്നു പെട്ടാൽ മാത്രമേ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോവൂ എന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ക്രിസ്തു കാണിച്ചു തന്ന ജീവിത രീതി മാത്രമാണ്. സ്നേഹിക്കുക എന്നുള്ള ജീവിത രീതി, കൊല്ലുക എന്നുള്ള ജീവിത രീതിയല്ല. ക്രിസ്തു കാണിച്ചു തന്നിട്ടുള്ളത് ക്ഷമിക്കുക എന്നുള്ള ജീവിത രീതി മാത്രം, സഹിക്കുക എന്നുള്ള ജീവിത രീതി മാത്രം. അപ്രകാരം ക്രിസ്തുവിന്റെ ശൈശവം മുതൽ ഇന്ന് സ്വർഗാരോഹണത്തിന്റെ തിരുനാൾ കൂടിയാണ്. സ്വർഗാരോഹണം വരെയുള്ള വ്യത്യസ്ത ദിവസങ്ങളിൽ ക്രിസ്തു ഏത് മാർഗം കാണിച്ചു തന്നുവോ ആ മാർഗം നാം അനുഷ്ഠിച്ചാൽ നാം ക്രിസ്തുവിന്റെ അനുയായിയായി മാറുന്നു. അതിന് ഏതെങ്കിലും ഒരു ഇടവകയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു രൂപതയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കണമെന്നില്ല. ക്രിസ്തു സ്നാപക യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം ഏറ്റു കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ജ്ഞാനസ്നാനം ഏറ്റിട്ടുണ്ട്. ക്രിസ്തു
പാപമോചനം നൽകിയിട്ടുണ്ടെങ്കിൽ പാപിനിയായ സ്ത്രീക്ക്, അപ്പോ ഇന്ന് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ലഹരി എന്നുള്ള വാക്ക് ഞാൻ മറന്നു പോകാതെ സംസാരിക്കാൻ നിങ്ങൾ എന്നോട് പറയണം. ഇത് യൂട്യൂബ് വീഡിയോ ആയത് കാരണം എന്റെ മുന്നിൽ പ്രേക്ഷകരില്ല. അപ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുകയില്ല ലഹരി എന്നുള്ള വാക്ക്. അതുപോലെ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുകയില്ല ക്രിസ്തു പാപമോചനം കൊടുത്ത സ്ത്രീകളുടെ എണ്ണം. ഒരുപാട് പുരുഷന്മാർക്ക് പാപമോചനം കൊടുത്തു. ഏത് രോഗിയെയും സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ക്രിസ്തു അവരെ സുഖപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളുടെ രോഗങ്ങൾക്ക് ഒരു കാരണം നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യമായ പാപമാണ്. അപ്പോ ഈ ഞാൻ ആര്യ രാജേന്ദ്രന്റെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ്, ലഹരിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് യേശുക്രിസ്തു പാപമോചനം നൽകിയ ഒരു സ്ത്രീയെക്കുറിച്ച് പറയാം. നമ്മളും യേശുക്രിസ്തുവിന്റെ പാതയിലൂടെ ക്ഷമിക്കണം, സ്നേഹിക്കണം എന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ മുന്നിൽ പാപിനിയായ സ്ത്രീ, ബൈബിളിന്റെ ഭാഷയിൽ വളരെ നല്ല മനോഹരമായി എഴുതിയിരിക്കുന്നു, പാപിനിയായ. നമുക്കതിലൂടെ മനസ്സിലാക്കാം അങ്ങേയറ്റത്തെ ദുർനടപ്പുകാരിയായ വേശ്യകളുടെ വേശ്യ എന്ന് പറയാവുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അവരിൽ ആരോപിച്ച കുറ്റം കൊലക്കുറ്റമാണ്. അവളെ കൊല്ലണം എന്നുള്ളതിന് സമാനമായ കുറ്റമാണ് ആരോപിച്ചത്. കാരണം അത്രയേറെ വലിയ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അവൾ നശിച്ചു എന്നതല്ല, നിരവധി പുരുഷന്മാരെ നശിപ്പിച്ചു. തീർച്ചയായും തെറ്റു തന്നെയായി. എങ്കിലും അവൾ യേശുക്രിസ്തുവിനെ കണ്ട മാത്രയിൽ അവൾ അവളുടെ പാപങ്ങൾ ഓർത്തു പോവുകയാണ്. നാം ചിലരെയൊക്കെ കാണേണ്ടവരെയാണ് കാണേണ്ടത്. പാപങ്ങളെ ഓർത്തു, അവളെ ഓർത്ത് പശ്ചാത്തപിച്ചു. അതാണ് കണ്ണീരായി താഴേക്ക് വീണത്. യേശുവിന്റെ പാദങ്ങളിൽ വീണത് കണ്ണീർ അവൾ മരണപ്പെടും എന്നുള്ള ഭീതി കൊണ്ടല്ല, പകരം ഇന്നോളം നിരവധി പുരുഷന്മാരെ അഴുക്കാക്കി മാറ്റിയ അഴുക്കിന്റെ കൂമ്പാരമായിരുന്നു ഞാൻ എന്നുള്ള ചിന്ത അവളിൽ കടന്നു വന്നതുകൊണ്ടാണ്. ആ സ്ത്രീക്ക് പോലും യേശുക്രിസ്തു മാപ്പ് കൊടുത്തു. യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ, മറ്റുള്ള ജനങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ആര്യ രാജേന്ദ്രന്റെ നേരെ കല്ലെറിയൽ നന്നായി നടക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിയായ CPM-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്, ആ പാർട്ടിയിലെ ഒരു വ്യക്തി പോലും രക്ഷയ്ക്കെത്തുന്നില്ല. എത്തിയാൽ എത്തിയവൻ നാറുന്നു എന്നുള്ള ബോധം CPIM-ന് ഉണ്ട്. കുഷ്ഠരോഗിയെ തൊട്ടാൽ നമുക്ക് കുഷ്ഠം വരാൻ സാധ്യതയുണ്ട്. എയ്ഡ്സ് രോഗിണിയായ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് എയ്ഡ്സ് രോഗം വരാൻ സാധ്യതയുണ്ട്. കോവിഡ് ബാധിതനായ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നാം സ്പർശിച്ചാൽ നമുക്ക് കോവിഡ് വരാൻ സാധ്യതയുണ്ട്. കോളറ, അങ്ങനെ പല രോഗങ്ങൾ പറയാൻ തുടങ്ങിയാൽ എണ്ണമറ്റ രോഗിണികളെ നാം തൊട്ടാൽ, എണ്ണമറ്റ അശുദ്ധികളിൽ നാം തൊട്ടാൽ നാം അശുദ്ധിയായി മാറാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടോ ഈ ഒരു പ്രശ്നത്തിൽ ആര്യ രാജേന്ദ്രൻ രക്ഷിക്കാൻ സ്വന്തം പാർട്ടിയിലെ ഒരു മന്ത്രി പോലും ഒരു ശബ്ദമുയർത്തുന്നത് കാണുന്നില്ല. സ്ത്രീകൾ പോലും, സ്വന്തം പാർട്ടിയിലെ സ്ത്രീകൾ പോലും ശബ്ദമുയർത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഈ സ്ത്രീയെ, ആര്യ രാജേന്ദ്രൻ എന്ന പേരിലുള്ള ഈ സ്ത്രീയെ വിമർശിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്
മറ്റു സ്ത്രീകളാണ്. വളരെ അവരിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ എനിക്ക് പറയാനല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. അപ്പോ നമുക്ക് ക്ഷമിക്കാം. യേശുക്രിസ്തുവിന്റെ പാതയാണ് നാം പിന്തുടരുന്നതെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. കാര്യശരി, അഹങ്കാരത്തിന്റെ മൂർധന്യത്തിന്റെ നിമിഷങ്ങളിൽ പലർക്ക് ജോലി നഷ്ടപ്പെടുത്തിയതിന്റെ അവസാനത്തെ ജോലി നഷ്ടപ്പെടുത്തലായിരുന്നു എതുവിനുള്ള ജോലി നഷ്ടപ്പെടുത്തൽ. അതൊക്കെ ഹരമാവുകയാണ്. ഇതിനെയാണ് ലഹരി എന്ന് പറയുന്നത്. ചിലർക്ക് ലഹരിയാണ് മതം എങ്കിൽ ചിലർക്ക് ലഹരിയാണ് മറ്റുള്ളവരുടെ ജോലി കളയാനുള്ള അവസരമുണ്ടാക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എത്ര തെറ്റുകളാണ് ആ ഒരു ചിത്രത്തിലുള്ളത്. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നത് ഇടതുവശത്തു കൂടി, ഒന്നാമത്തെ തെറ്റ്. ഒരേ സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 2, ആ ട്രാൻസ്പോർട്ട് ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അതിന്റെ യാത്രയ്ക്ക് വിലങ്ങ് തടിയായി വട്ടം കൊണ്ടുവന്നിരുന്നു, മുന്നോട്ട് പോകാൻ പാടില്ലാത്ത രീതി. മറ്റൊന്ന് വണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് സീബ്ര ലൈനിലാണ്, ജംഗ്ഷനാണ്. മറ്റു വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ഗ്രീൻ ലൈറ്റിൽ പച്ച ലൈറ്റ് കത്തിക്കിടക്കുന്നു, പോകാൻ സാധിക്കുന്നില്ല. എങ്കിലും ഒരു വശത്ത് കൂടി സാധിക്കുന്ന രീതിയിൽ അതിലൂടെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരേ സമയം തെറ്റ് ചെയ്യാൻ ആര്യ രാജേന്ദ്രന് എങ്ങനെ സാധിച്ചു? തുടങ്ങിയപ്പോൾ പറഞ്ഞ പഴഞ്ചൊല്ല് ആവർത്തിക്കുകയാണ്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും. ഈ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള, ഈ തിരുവനന്തപുരമല്ല, എല്ലാ കോർപ്പറേഷനുകളിലേക്കും എല്ലാ മുനിസിപ്പാലിറ്റിയിലേക്കും എല്ലാ പഞ്ചായത്തിലേക്കും ഒരേ സമയമാണല്ലോ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നത്. സംവരണം വേണം, സംവരണം വേണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി ഏത് വസ്ത്രം ധരിച്ചാലും കൈയും പൊക്കി മുദ്രാവാക്യവും വിളിച്ച് നടക്കുന്ന ചില സ്ത്രീകളെ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് മേയറാവണം, ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ചെയർമാനാവണം, ഞങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം, ഏറ്റവും കുറഞ്ഞത് പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവണം. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ നമ്മുടെ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം? ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. നിങ്ങൾ ഏത് കോർപ്പറേഷനിലെ ഏത് വാർഡിലാണോ ആ വാർഡിൽ നിന്ന് നിങ്ങളുടെ കൗൺസിലറായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്ത്രീ ആവാനാണ് സാധ്യത. കാരണം 50% സംവരണം എന്നാണ് പറയുന്നതെങ്കിലും 50% കൂടുതലാണ് സംഭവിക്കുന്നത്. കാരണം 2 കാരണത്താലാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പഞ്ചായത്തിൽ 11 വാർഡുകളാണ് ഉള്ളതെന്ന് കരുതുക. 11നെ പകുതിയാക്കുമ്പോൾ 50% ആക്കുമ്പോൾ 5.5 എന്ന് പറയും. അങ്ങനെ ഒരു വാർഡില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? 5 വാർഡ് പുരുഷന്മാർക്കും 5 വാർഡ് സ്ത്രീകൾക്കും, ബാക്കിയുള്ള ഒരു വാർഡ് എന്ത് ചെയ്യും? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വാർഡ് കൂടി സ്ത്രീക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോ ആ ഒരു കണക്ക് പ്രകാരം തന്നെ 50% അല്ല സംവരണം. ഇനി മറ്റൊന്ന്, സ്ത്രീകൾക്കല്ലാത്ത മറ്റു വാർഡുകളിലും നിന്ന് മത്സരിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോ 50%മല്ല, കേരളത്തിലെ വാർഡുകളിലൂടെയും മുനിസിപ്പാലിറ്റികളിലൂടെയും കോർപ്പറേഷനുകളിലൂടെയും സ്ത്രീകൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിങ്ങൾ സ്ത്രീയാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമില്ല. ആ വാർഡിലെ ഏറ്റവും കഴിവുറ്റ രാഷ്ട്രീയത്തിലെ നേതൃത്വം കൊടുക്കാൻ പറ്റിയ വ്യക്തി
ആ സ്ത്രീയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ഞാൻ അംഗീകരിക്കുന്നു. ഒരു സംവരണവും ഞാൻ പറയുന്നില്ല. ഇന്ത്യയിൽ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടില്ലേ പ്രമുഖരായ? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി എടുക്കൂ. ഇന്ദിരാഗാന്ധി കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ വാർഡിൽ വന്ന് മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്ത്രീക്ക്, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ബഹുമാനിയായ ആ മുൻ പ്രധാനമന്ത്രി കൂടിയായ ആ വനിതയ്ക്ക് വോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഒരു വാർഡിൽ ജയിക്കേണ്ട വ്യക്തിയല്ല, ഒരു വാർഡിലോ ഒരു കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു മെമ്പർ ആവേണ്ട വ്യക്തിയല്ല എന്ന് നമുക്കറിയാം. ഒരു മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനോ പഞ്ചായത്തിലെ പ്രസിഡന്റോ ഒരു MLA-യോ MP-യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലൊരു മന്ത്രിയോ ആവേണ്ട വ്യക്തിയല്ലാത്ത വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിലെ വാർഡിൽ നേതൃത്വം കൊടുക്കാൻ പറ്റും. അപ്പോ ആ വാർഡിൽ ആ ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നു, അല്ലെങ്കിൽ മമതാ ബാനർജി മത്സരിക്കുന്നു, അല്ലെങ്കിൽ ജയലളിത മത്സരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സ്ത്രീകൾ മത്സരിക്കുന്നു എങ്കിൽ അവർ വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റുമല്ല, നമുക്കത് അംഗീകരിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഏത് വാർഡിലാണോ ഉള്ളത് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ ആ വാർഡിലെ എല്ലാ പുരുഷന്മാരെക്കാളും എല്ലാ സ്ത്രീകളെക്കാളും കഴിവുറ്റ നേതൃഗുണമുള്ള വ്യക്തിയാണെങ്കിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള സ്ത്രീയെക്കാളും ലേശമെങ്കിലും കഴിവുള്ള ഒരു പുരുഷനെങ്കിലും അവിടെയുണ്ടെങ്കിൽ നാം ചെയ്യുന്നത് അനീതിയാണ്. എന്ത് വസ്ത്രമെടുത്തിട്ടും അല്പവസ്ത്രമെടുത്താലും കൈവൊക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല. അപ്പൊ പ്രമുഖരായ സ്ത്രീകളാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളതെങ്കിൽ അംഗീകരിക്കണം. ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങൾ അംഗീകരിക്കുന്നു, ഏവരും അംഗീകരിക്കണം. എന്നാൽ സംവരണത്തിന്റെ മറവിൽ ഇതുപോലെ മത്സരിച്ച് ജയിച്ചിരിക്കുന്ന ചിലരെങ്കിലും അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിനു മുമ്പും പല പ്രശ്നങ്ങൾ ഈ സ്ത്രീയെക്കുറിച്ച്, ആര്യ രാജേന്ദ്രൻ എന്ന സ്ത്രീയെക്കുറിച്ചുണ്ടായല്ലോ. ഇനി ഞാൻ ലഹരിയുമായി ബന്ധപ്പെട്ട് പറയാം. പറഞ്ഞു വന്നത്, ഏറ്റവും വലിയ ലഹരി കഞ്ചാവോ മയക്കുമരുന്നോ പുകവലിയോ ഒന്നുമല്ല, മതമാണെന്ന് പറഞ്ഞു. ഇവിടെ ലഹരി എന്ന് പറയാൻ കാര്യം, ഒരുപാട് നുണകൾ പറഞ്ഞല്ലോ ഈ ആര്യ രാജേന്ദ്രൻ. ആ ഒരു സമയവും ആ സമയത്തോട് തുടർന്ന് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ നുണകളായി. നുണ പറയുന്നവരെ നമ്മൾ എന്താണ് സാധാരണ വിളിക്കുന്നത്? കള്ളി എന്ന് വിളിക്കും. കള്ളികളിൽ ഏറ്റവും വലിയ കള്ളി എന്തെന്ന് വിളിക്കും? പെരുങ്കള്ളി എന്ന് വിളിക്കും. അതല്ലേ നാട്ടുനടപ്പ്? മോഷണം നടത്തുന്നവരെ, കട്ടെടുക്കുന്നവരെ കള്ളൻ എന്ന് വിളിക്കുമെങ്കിൽ നുണ പറയുന്നവരെ നുണയൻ അല്ലെങ്കിൽ നുണച്ചി എന്ന് വിളിക്കുന്നത് പോലെ, കുഴിവെട്ടുന്നവരെ കുഴിവെട്ടി എന്ന് വിളിക്കുന്നത് പോലെ, നുണ പറയുന്ന ഒരു സ്ത്രീയെ എന്ത് വിളിക്കണം? കള്ളം പറയുന്ന ഒരു സ്ത്രീയെ എന്ത് വിളിക്കണം? നാം സംവരണത്തിന്റെ മറവിൽ, ചില നിയമങ്ങൾ ഉണ്ടായതിന്റെ മറവിൽ പല ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെ ദുരുപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു പുരുഷന് നേരെ എറിയാവുന്ന ആയുധമാണ് എന്നെ പീഡിപ്പിച്ചു, എന്റെ മോളെ പീഡിപ്പിച്ചു, എന്റെ സഹോദരിയെ പീഡിപ്പിച്ചു. ആരാ പറയുന്നത്? പെണ്ണ് മറ്റൊരു പെണ്ണിനോട് പറയുന്നതാണ്, എന്നെ പീഡിപ്പിച്ചു. അഭിമാനത്തോടുകൂടിയാ പറയുന്നത്. ഇതൊക്കെ അഭിമാനമായി മാറിയിപ്പോ.
ഈയിടെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ പറയുന്നു കേട്ടു, ഞങ്ങൾ പണ്ടത്തെ സ്ത്രീകളൊന്നുമല്ല ഇപ്പോ. പണ്ടത്തെ സ്ത്രീകൾ ആർത്തവം എന്നൊക്കെ പറയാൻ ലജ്ജിച്ചിരുന്നു. ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങൾ അതൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ഞങ്ങൾ ഇഷ്ടമുള്ള സാധനം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങും, തുറന്ന് കൊണ്ടുപോകും. തുറന്നാണ് കൊണ്ടുപോവേണ്ടത്. ഞങ്ങൾ പണ്ടത്തെ പോലെ പറയാൻ മടിയുള്ള സ്ത്രീകളൊന്നുമല്ല ആർത്തവം. സ്ത്രീ ശാക്തീകരണം പറഞ്ഞ സ്ത്രീ അത്രയേ പറഞ്ഞുള്ളൂ. മോളെന്താ പറഞ്ഞെന്നറിയാവോ? മോള് പലതും കാണിക്കാൻ തുടങ്ങി. മോള് പലജാതി വസ്ത്രമെടുക്കാൻ തുടങ്ങി. എന്തൊക്കെ അവയവങ്ങളാണ് പുറത്തിട്ട് നടക്കുന്നതെന്ന് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അമ്മ എന്താ പറഞ്ഞത്? സ്ത്രീ ശാക്തീകരണവുമായി നടക്കുന്ന അമ്മ എന്താ പറഞ്ഞത്? ഞങ്ങൾ പണ്ടത്തെ സ്ത്രീകളൊന്നുമല്ല, ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ല, ആർത്തവമായാലും എന്തായാലും. പക്ഷെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ നാട്ടിൽ അഴുക്ക് വിതയ്ക്കാനല്ലേ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ കൊണ്ട് സാധിക്കുന്നുള്ളൂ? ഇവരുടെ വിചാരം എന്താ? ഇത് കേൾക്കുമ്പോൾ എന്തോ സുഗന്ധമാണെന്ന് പുരുഷന്മാർ തെറ്റിദ്ധരിക്കും, അവർക്ക് സന്തോഷമാകും, അവർക്ക് ജിജ്ഞാസയാവുമെന്നാണോ കരുതുന്നത്? എത്ര പേർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അരോചകമായി, അറപ്പായി, ദുർഗന്ധമായി അനുഭവപ്പെടുന്നു. അമ്മ അത്രയേ പറഞ്ഞുള്ളൂവെങ്കിൽ, സ്ത്രീ ശാക്തീകരണം പറഞ്ഞു നടക്കുന്ന അമ്മ അത്രയേ പറഞ്ഞുള്ളൂവെങ്കിൽ, മോൾ ഉടുത്തു നടക്കുന്ന വസ്ത്രമല്ല, മോളുടെ കയ്യിൽ ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഫോണാണല്ലോ. മുമ്പ് പണ്ട് കാലത്ത് ഒരു സ്ത്രീയുടെ നഗ്ന ഫോട്ടോ ആരെങ്കിലും എടുത്താൽ അത് വാർത്തയാകും, അയാളെ ജയിലിലടയ്ക്കും, പോലീസ് പിടിക്കും, പത്രത്തിൽ വാർത്ത വരും. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ ആരും വരണ്ട, സ്വയം അങ്ങാട് ഫോട്ടോ എടുക്കുകയാണ്. അതിന് സെൽഫി എന്നോ അങ്ങനെ പുന്നാര പേരുകളും ഇടുന്നുണ്ട്. എന്താണ് സെൽഫി? എന്തിന്റെ സെൽഫിയാണ് എടുക്കുന്നത്? ഒന്നെടുക്കാനും ലജ്ജയില്ല. ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം എത്രയോ സ്ത്രീകളാണ് സ്വന്തം നഗ്നത മൊബൈൽ ഫോണിൽ പകർത്തുന്നു. ആ സർവേയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്, പണ്ട് കാലത്ത് നമ്മളൊക്കെ ലൈംഗിക അരാജകത്വം നിലനിൽക്കുന്നു എന്നൊക്കെ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് അമേരിക്കയെ കുറിച്ചാണെങ്കിൽ, അമേരിക്കയെ വെല്ലുന്ന തരത്തിൽ ചില രാജ്യങ്ങൾ ലൈംഗിക വീഡിയോകൾ, ചിത്രങ്ങൾ പകർത്തി യൂട്യൂബിലേക്കും ഇന്റർനെറ്റിലേക്കും വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലൊക്കെ ഇടാൻ തുടങ്ങി. വെറും നഗ്നത മാത്രമല്ല, സ്വയമായി ഭോഗിക്കുന്നത് ലജ്ജയില്ലാതായി. ഞങ്ങൾ പണ്ടത്തെ പോലെ സ്ത്രീകളല്ല, ലജ്ജിക്കുന്ന സ്ത്രീയല്ല, ആർത്തവം എന്ന് പറയാനൊന്നും ലജ്ജിക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂവെങ്കിൽ, മോളും മോക്കടെ മോളും കാണിച്ചു കൂട്ടിയത് സ്വന്തം നഗ്നത മറ്റുള്ള പുരുഷൻ വന്നെടുക്കണമെന്നില്ല, സ്വയമായിട്ട് എടുക്കും. ഇനി മറ്റുള്ളവർ വന്നെടുക്കണമെങ്കിൽ എടുത്തോളൂ, അതിനും തയ്യാർ. അത് സ്വയം ചെയ്യുന്ന സ്വയംഭോഗമായാലും, രണ്ട് സ്ത്രീകൾ തമ്മിൽ ചെയ്യുന്ന സ്വവർഗ സംഭോഗമായാലും. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ലെസ്ബിയൻ എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടില്ല. ഇന്നത് സർവ്വസാധാരണമായ ഒരു വാക്കായി മാറിയിരിക്കുന്നു. അത് ചെയ്യുന്നതിലും തെറ്റില്ല, അവർക്ക് അത് ചെയ്യുന്നതിലും തെറ്റില്ല, അത് ക്യാമറയിൽ പകർത്തുന്നതിലും തെറ്റില്ല.
നമ്മുടെ വിഷയത്തിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്, ഞാൻ ആ സർവേ റിപ്പോർട്ട് പ്രകാരം ഞാൻ പറഞ്ഞത്, അമേരിക്കയല്ല ഇന്ന് ലൈംഗിക അരാജകത്വത്തിന്റെ നഗ്നത സ്വയമായിട്ടെടുക്കുന്നതും മറ്റുള്ളവരെ കൊണ്ടെടുപ്പിക്കുന്നതും. അത് സ്വയംഭോഗമായാലും ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ആയാലും സ്വവർഗ സ്വഭോഗം ആയാലും മറ്റിതരവർഗ ലൈംഗികതയായാലും മൃഗങ്ങളുമായുള്ള ലൈംഗികതയായാലും ഒരു ലജ്ജയുമില്ലാതെ പകർത്തുന്നതിൽ അമേരിക്കയെ കവച്ചു വെച്ചുകൊണ്ട് ദാരിദ്ര്യം നിറഞ്ഞ ചില രാജ്യങ്ങളാണെന്ന് പറയുമ്പോൾ ആ രാജ്യങ്ങളുടെ ഏറ്റവും അതിപ്രസരം നടക്കുന്ന ലൈംഗിക രാജ്യങ്ങളിൽ നമ്മുടെ അയൽവക്കത്തുള്ള ബംഗ്ലാദേശ് പോലും ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലായിരിക്കാം, വസ്ത്രത്തിന് വകയില്ലായിരിക്കാം, പാർപ്പിടമില്ലായിരിക്കാം, വിദ്യാഭ്യാസമില്ലായിരിക്കാം, മരുന്നില്ലായിരിക്കാം, പക്ഷെ മൊബൈൽ ഫോണുമുണ്ട്. അതുകൊണ്ടുള്ള നഗ്ന ഫോട്ടോ സ്വയം എടുക്കലുമുണ്ട്, മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുന്ന രീതിയുമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, വിഷയത്തിൽ നിന്ന് അകന്നു പോയി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അതായത് നിങ്ങളുടെ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയെ പോലെയോ, അതായത് ഇന്ദിരാഗാന്ധിയെ പോലെ ആവണമെന്നില്ല, അവർ ഒരു പ്രധാനമന്ത്രിയായിരുന്നല്ലോ. ആ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയെ കവച്ചു വെക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ആ സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അനീതിയാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. കേരളത്തിൽ എത്ര വാർഡിലുള്ളവർക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ 1000 പേരുള്ള ഞങ്ങളുടെ വാർഡിൽ, ഈ 10,000 പേരുള്ള ഞങ്ങളുടെ വാർഡിൽ ഏറ്റവും പ്രമുഖയായ വ്യക്തിയാണ്, അതൊരു സ്ത്രീയാണ് എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ആത്മവിചിന്തനം ചെയ്യുക. അപ്പോ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെ മേയറാക്കണം എന്നുള്ള ഒരു ഊഹാപോഹം വന്നപ്പോൾ പ്രമുഖരായ 2 സ്ത്രീകളെ അവിടെ, അത് സംവരണമാണ്. മേയറായി ആര് വന്നാലും ഏത് പുരുഷൻ ജയിച്ചാലും പുരുഷന്മാർക്ക് 50% കുറഞ്ഞ പുരുഷന്മാർക്ക് ജയിക്കാൻ പറ്റൂ എന്നറിയാമല്ലോ, സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ. ഏത് പുരുഷൻ വന്നാലും മേയറാവാൻ പോകുന്നത് ഒരു സ്ത്രീയാണെന്നറിയാം. അപ്പൊ അതിന് 2 പ്രമുഖരായ സ്ത്രീകളെ ഇടതു മുന്നണി തന്നെ കരുതി വെച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഈ 2 സ്ത്രീകളും തോറ്റുപോയി. അങ്ങനെ ഇരിക്കെയാണ് ബാലസംഘത്തിന്റെ നേതാവായ 21 വയസ്സുള്ള ആര്യ രാജേന്ദ്രനെ മേയറാക്കുന്നത്. പലരും സന്തോഷിച്ചു, കാരണം ഒരു പെൺകുട്ടി ഈ പദവിയിലെത്തിയല്ലോ. അത് ഇന്ത്യയിൽ തന്നെ, ചിലപ്പോൾ ലോകത്തിൽ തന്നെ വിരളമാണ്, കഴിവുറ്റൽ കൊണ്ടായിരിക്കുമെന്ന് കരുതി. ബാലസംഘത്തിന്റെ നേതാവായിരുന്ന ആ വ്യക്തി ബാലസംഘത്തിലാണെന്നാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. ബാലന്മാരെയും ബാലികമാരെയും നയിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ SFI എങ്ങനെ ജീവിക്കുന്നുവോ SFI ആണെന്നുള്ള ചിന്തയാണ്. SFI എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്കറിയാം. എല്ലാവരും SFIയെ പേടിച്ച് ജീവിക്കുന്നു. അടിയും കുത്തും, ഇല്ലെങ്കിൽ SFI അല്ല എന്ന ചിന്താഗതി വന്നിരിക്കുന്നു. പണ്ടുകാലത്ത് ആണുങ്ങൾ മാത്രമായിരുന്നു SFI എങ്കിൽ ഈ അതിക്രമങ്ങളെല്ലാം അറിഞ്ഞിട്ടും ചില പെൺകുട്ടികളും അതിൽ പോയി ചേരുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ അറിഞ്ഞ കുറച്ച് SFIയുടെ അതിക്രമങ്ങളിലൊന്നാണ് മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണം. അതുപോലെ എത്ര റൗഡിസമാണ് SFI ചെയ്യുന്നത്. അപ്പോ ആര്യ രാജേന്ദ്രൻ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ബാലസംഘത്തിലെ ആളുകളുടെ നേതാവാണെന്നാണോ?
അത് ഞാനൊരു SFIക്കാരിയാണ്, SFIയുടെ സംസ്കാരമാണ് ഞാൻ നിലനിർത്തേണ്ടതെന്നാണോ? ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സച്ചിൻ ദേവ് എന്ന് പറയുന്ന വ്യക്തിയും ആ പുരുഷനും ഇങ്ങനെ തന്നെയാണോ ചിന്തിക്കുന്നത്? അടിച്ചു തകർക്കാനുള്ളതാണ്, അല്ലെങ്കിൽ പണ്ട് കാലത്ത് SFI ബസ്സുകളൊക്കെ അടിച്ചു തകർത്തിരുന്നത് പോലെ, കത്തിച്ചിരുന്നത് പോലെ. ഏതായാലും അത് ചെയ്തില്ലല്ലോ. ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറിന്റെ പക്കൽ കുറച്ച് ദാദാഗിരി, റൗഡിസം കാണിച്ചു എന്നതൊഴിച്ച് ബസ് അടിച്ച് തകർത്തില്ലല്ലോ, ബസ് കത്തിച്ചില്ലല്ലോ, ടയർ പഞ്ചറാക്കിയില്ലല്ലോ. ഇതെല്ലാം ഓർക്കുമ്പോഴാണ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ മാപ്പ് കൊടുക്കാം. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എന്ന് പറയുന്ന വ്യക്തിക്കും മാപ്പ് കൊടുക്കാം എന്ന് പറയുന്നത്. ലഹരിയെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരു ആരോപണം, നുണ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് അകന്നു പോയത്. പല ആരോപണങ്ങളിൽ ഒരാരോപണം ആര്യ രാജേന്ദ്രൻ ഡ്രൈവർക്കെതിരെ പറഞ്ഞത് ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ടാണ് ഡ്രൈവിംഗ് ഇങ്ങനെയായത്. ആരുടെ ഡ്രൈവിംഗ്? ആരാണ് നിയമവിരുദ്ധമായി ഡ്രൈവ് ചെയ്തത്? നിയമവിരുദ്ധമായി സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് വണ്ടിയിട്ടത് ആരാണ്? സീബ്ര ലൈൻ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി കടക്കാൻ മാത്രമുള്ള സ്ഥലമാണ്. അതിന് വിഘാതം വരുത്തിയാൽ അത് തെറ്റല്ലേ? പോലീസ് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഇതാണോ ആദർശവാനായ ഒരു പോലീസിന്റെ ജോലിയോടുള്ള മമത, ഉത്തരവാദിത്വം? അത് എല്ലാ പോലീസും, അതായത് ഞാൻ പറയുന്നത് താഴെത്തട്ടിലുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ മുതൽ ഏറ്റവും മുതിർന്ന പോലീസായ, അതിന്റെ മുകളിലുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ മുകളിലുള്ള അവരുടെ ഹെഡുണ്ട്, അതിന്റെ ഹെഡുണ്ട്, അതിന്റെ മുകളിൽ SI ഉണ്ട്, അതിന്റെ മുകളിലുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്. അങ്ങനെ മുകളിൽ പോയി DIG വരെ എത്തുമ്പോൾ, IG വരെ എത്തുമ്പോൾ ഈ പോലീസിന് ആദർശം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലേ? ഇത് വിഷ്വലായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ ഫോട്ടോ CCTV ക്യാമറയിലൂടെ വന്നു. വരില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും നുണ പറഞ്ഞത്. അദ്ദേഹം ലഹരി ഉപയോഗിച്ചുവെന്നും വണ്ടി തട്ടാൻ പോയെന്നും അതൊക്കെ ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല. യാത്രയ്ക്കിടയിൽ വേഗം കൂടിയിട്ടുണ്ടാവാം ട്രാൻസ്പോർട്ട് ബസ്സിന്റെ. അയാൾ എപ്പോൾ ജോലി തുടങ്ങിയോ ആ സമയമൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ സഹതപിക്കാനുണ്ടെങ്കിൽ പോലും ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റിന് തെറ്റെന്ന് തന്നെ ഞാൻ പറയുന്നു. അപ്പൊ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് അപ്പോൾ തന്നെ വൈദ്യപരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പറഞ്ഞ കംപ്ലൈന്റ് ചെയ്ത വ്യക്തി, ആ വ്യക്തിയുടെ ഭർത്താവിന്റെ കൂടെ, ആ വ്യക്തിയുടെ നാത്തുവിന്റെ കൂടെ, ആ വ്യക്തിയുടെ സഹോദരന്റെ കൂടെ ഒരു കാറിൽ വരികയായിരുന്നല്ലോ. സ്വന്തം കാർ. ഇനിയെങ്കിലും ഞാൻ കൂലിപ്പണിക്കാരന്റെ മോളാണെന്ന് പറയരുത്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം. വീണ്ടും തുടങ്ങിയ പഴഞ്ചൊല്ല് ആവർത്തിക്കുകയാണ്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും. ഇതിന്റെ ബാക്കി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പൊ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.
സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ട് തെറ്റാണ്. SFIക്കാരുടെ ദാദാഗിരി ഒരു ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തി ചെയ്യാൻ പാടില്ല. ലഹരി ഡ്രൈവർ ഉപയോഗിച്ചു എന്ന് നുണ പറഞ്ഞുകൊണ്ട് അയാളെ പോലീസിനെ കൊണ്ട് വൈദ്യപരിശോധന നടത്തിപ്പിച്ചുവെങ്കിൽ ഏത് കാറിൽ വന്നോ ആ കാറിലുള്ള എല്ലാവരും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാവട്ടെ. ഒരു കല്യാണ പാർട്ടി കഴിഞ്ഞു വരികയാണ്. സംശയം ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും കല്യാണ പാർട്ടിയിൽ വെച്ച് മദ്യപിച്ചിരുന്നോ? യഥാർത്ഥത്തിൽ അതുകൂടി പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? അപ്പൊ 2-3 തെറ്റുകൾ മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒന്ന്, സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ട് തെറ്റാണ്. ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്തത് തെറ്റാണ്. ട്രാൻസ്പോർട്ട് ബസ്സിന് വട്ടമിട്ടത് തെറ്റാണ്. ബസ്സിനുള്ളിൽ കയറി ഭർത്താവ് കയറി, ഈ മേയറുടെ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് കയറിയത് തെറ്റാണ്. ബലാത്കാരമായി കയറിയത് തെറ്റാണ്. ഡ്രൈവറെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാതിൽ തുറപ്പിച്ച് അകത്ത് കയറിയത് തെറ്റാണ്. മറ്റുള്ളവരോട്, യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടത് തെറ്റാണ്. ഇത് SFIയുടെ സംസ്കാരമാണ്. ദാദാഗിരി എന്ന് പറയും ഹിന്ദിയിൽ, റൌഡിസം എന്ന് പറയും. ബാലസംഘത്തിലെ ബാലന്മാർ പോലും ഇന്ന് ചെയ്യില്ലല്ലോ. 5-6 വയസ്സുള്ള കുട്ടികൾ പോലും ചെയ്യില്ലല്ലോ. അതാണല്ലോ ഒരു മേയറും ഒരു MLAയും ചെയ്തിരിക്കുന്നത്. അപ്പൊ തെറ്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോ അത് തെറ്റ്. ഇനി മറ്റൊന്ന്, ഇവർ ഈ ദാദാഗിരി കാണിക്കുമ്പോൾ, SFIയുടെ കൾച്ചറിലുള്ള സംസ്കാരത്തിലുള്ള ദാദാഗിരി കാണിക്കുമ്പോൾ, നടു റോട്ടിൽ പാതിരായ്ക്ക് 10:30-ക്കോ 11 മണിക്കോ മറ്റോ ആണ് സംഭവം കാണിക്കുമ്പോൾ, ഒരാൾ ഈ ചെയ്യുന്ന അകൃത്യങ്ങളുടെ വീഡിയോ എടുക്കുന്നു. അയാളെ കൊണ്ട് ഇവർ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു? തങ്ങൾ ചെയ്ത തെറ്റ് വീഡിയോയിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ട്. അപ്പൊ തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലായി, MLAക്കും മനസ്സിലായി, മേയറിനും മനസ്സിലായി. ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് കൂടാതെ ഡിലീറ്റ് ചെയ്തവ ഒരു ഏരിയയിൽ വന്ന് കിടക്കും, എല്ലാവർക്കും അറിയാം. അവിടെ നിന്നും കൂടി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ തെറ്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അഹങ്കാരം ഇത്തിരി കുറയ്ക്കുന്നത് നല്ലതാണ്. ആര്യ രാജേന്ദ്രൻ ഡ്രൈവറോട് ചോദിച്ച ചോദ്യം, ഞാൻ ആരാണെന്നറിയാമോ? ഡ്രൈവർ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കറിയില്ല. എന്തെന്ന്? എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന്. അതായത് തിരുവനന്തപുരത്തുള്ള വ്യക്തിക്ക് പോലും ഈ വ്യക്തിയെ അറിയില്ല. ഞാൻ ആരാണോ എന്നും വിചാരിച്ച് സ്വയം അഹങ്കാരവും വെച്ചുകൊണ്ട് നെഞ്ചു വിരിച്ച് നടക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഉത്തരം പറഞ്ഞില്ല. ആ ഉത്തരമായിരിക്കാം കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് ചെന്നത്. അപ്പൊ ആര്യ ചോദിച്ചു, ഞാൻ ആരാണെന്ന് അറിയാമോ? അഹങ്കാരത്തിന്റെ മൂർധന്യം. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഒരു സെക്യൂരിറ്റിയുടെ ജോലി കളഞ്ഞ ഞാൻ ആരാണ് എന്നറിയാമോ? ഞാൻ ആര്യയാണ്. ആര്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രേഷ്ഠം. ഇന്നത്തതോടുകൂടി ആര്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠം എന്നുള്ളത് അല്ലാതായി തീരുന്നു. ഞാൻ ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. യേശുക്രിസ്തു പാപിനിയായ സ്ത്രീക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കും അതുപോലെ ക്ഷമിക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയ ആളെ ഡിലീറ്റ് ചെയ്തതുപോലെ മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ള ചോദ്യം കൂടി ഡിലീറ്റ് ചെയ്യിപ്പിച്ച വ്യക്തിയോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി ഞാൻ പറയാം.